ആ ടീ എന്ന് പറഞ്ഞ അടി ഒരു ഓട്ടൊക്കെ തട്ടി എന്തെന്നാ പറയണ്ടേ ചീച്ചി ചാവും. അങ്ങനെ ഒരു മനസ്സിലില്ലാതെ എല്ലാ സാധനങ്ങളും പുറത്തിട്ട് കേട്ടോ. ഞാൻ എന്താ ചിരിച്ചിട്ടാ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടാവും. എന്താന്ന് വെച്ചാൽ ലൈവ് വന്നിട്ട് എനിക്ക് നല്ല ചിരിയാട്ടം വന്നത്. അവന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഞാൻ എന്തായാലും കണ്ടുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ചിരി വരുന്നുണ്ടായിരുന്നു. ലൈവ് കണ്ടവർ വേണ്ടി കമന്റ് ചെയ്യാട്ടോ. ഇവര് എന്നും അടികൂടുന്നതാണ്. പക്ഷെ ഈ അടിമാതിരി കോമഡി അടിയായി പോയി. എന്തായാലും അതേ സമയത്ത് അൻസിബയും നോറയും നോമിനേഷൻ ചെയ്തത് ഇങ്ങനെയാണ്. അൻസിബ കുറച്ച് ഓവർ തന്നെയാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അൻസിബയുടെ സ്വഭാവം എനിക്ക് കുറച്ച് ദിവസമായിട്ട് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകണം, എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, അങ്ങനെ പറയുന്ന ഒരാളെ എന്തിനാണ് വോട്ട് ചെയ്ത് ബിഗ് ബോസ് വീട്ടിൽ നിർത്തുന്നത്? ചിലപ്പോൾ അതൊരു ഗെയിം പ്ലാൻ ആയിരിക്കും കേട്ടോ. സെന്റി അടിച്ചിട്ട് ഈ പ്രാവശ്യം നോമിനേഷൻ വന്ന ബിഗ് ബോസ് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം വിട്ട് കൊടുക്കാതെ കോമ്പറ്റേറ്റ് ചെയ്ത് കളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോറ തന്റെ പോയിന്റ് ഒക്കെ പറയുന്നു. അതേ സമയത്ത് അൻസിബ നിങ്ങൾ ഒട്ടും നിൽക്കാൻ പറ്റുന്ന ഒരാളല്ല, നിങ്ങൾ വെറും സ്റ്റൈലിൽ നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് അൻസിബ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലോട്ട് ഞാൻ പോവുകയാണ്, ഞാൻ നോമിനേറ്റ് ആവാൻ തയ്യാറാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് തന്റെ ഭാഗം ഒന്നും ക്ലിയർ ആക്കാണ്ട് അങ്ങ് പോകുന്ന ഒരു വ്യക്തിനെയാണ് കണ്ടത്. അപ്പൊ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തിനാ നമ്മൾ വോട്ട് ചെയ്യണേന്നാണ് തോന്നിപ്പോകുന്നത്. എന്തായാലും അൻസിബ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ചിലപ്പോൾ അത് പുള്ളിക്കാരുടെ ഗെയിം പ്ലാൻ ഒക്കെ ആയിരിക്കും കേട്ടോ. എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല.